അധരം നിറയും സ്തുതിഗീതികളാ, ഹൃദയം നിറയും തിരുസ്നേഹത്താ. അധരം നിറയും സ്തുതിഗീതികളാ, ഹൃദയം നിറയും തിരുസ്നേഹത്താൽ. നിൻചാരയോടി അണയുന്നു ഞാൻ നാഥ, അലിവാർന്ന നിൻ നെഞ്ചിൽ ചേർന്നിടുവാൻ. എല്ലാ പ്രിയപ്പെട്ട സഹോദര സൗര്യന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. മനുഷ്യൻ്റെ അവയവങ്ങളിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് വായ്. വായ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ വളരെയാണ്. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും സംസാരിക്കാനും വായ് ഉപയോഗിക്കുന്നു. മുഖസൗന്ദര്യത്തിൽ ഒരു മുഖ്യ പങ്ക് വായ് വഹിക്കുന്നുണ്ട്. നാവും പല്ലും വായ്ക്ക് സഹായകമായി പ്രവർത്തിക്കുന്നു. രുചി അറിയാനുള്ള സംവിധാനം വായ്ക്കകത്തുണ്ട്. തൊണ്ടയോടടുത്ത് ഒരു ചെറിയ അവയവമുണ്ട്, ചെറുനാക്ക് അല്ലെങ്കിൽ സ്മോൾ ടങ് എന്ന് പറയുന്നു. ശരീരശാസ്ത്രത്തിൽ ഇതിനെ പറയുന്നത് യൂല എന്നാണ്. ഇത് ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ഭക്ഷണവും വെള്ളവും മൂക്കിൽ കയറാതെ സൂക്ഷിക്കുകയും സംസാരത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. വായുടെ പുറമേ കാണുന്ന ഭാഗമാണ് ചുണ്ടുകൾ. സംസാരിക്കാൻ ചുണ്ടുകൾ വളരെ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ വായ്ക്ക് ഉണ്ടെങ്കിലും ഇത് ഒരു അപകടകാരിയും കൂടിയാണ്. വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ വായ്. ബൈബിൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിവരണം നൽകിയിട്ടുണ്ട്. ഹൃദയത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന അവയവം എന്ന നിലയിലാണ് ബൈബിൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. മത്തായി 12:34. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എഫേസ്യർ 4:29. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 13:3. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരും ഉണ്ട്. സദൃശവാക്യങ്ങൾ 12:18. യേശുക്രിസ്തു ഇതോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുമോ എന്ന് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നു. ഒരേ വായ്കൊണ്ട് ഒരാളെ ശപിക്കുകയും അതേ വായ്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആകരുത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് ഒരു മനുഷ്യൻ്റെ ജീവചക്രത്തിന് തന്നെ തീ കൊളുത്തുവാൻ ഇടയായിത്തീരുന്നു. ആർക്കുമെതിരെയും ആരോപണം ഉന്നയിക്കാൻ ഈ അവയവത്തെ മനുഷ്യർ ദുരുപയോഗം ചെയ്യുന്നു. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്നെന്ന് മാത്രമല്ല, എക്കാലത്തും അതുതന്നെയാണ് നടക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. 1 പത്രോസ് 3:9. എബ്രായ കവിയും ഇസ്രായേൽ രാജാവുമായിരുന്ന ദാവീദ് പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവിടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയുമരുതേ. സങ്കീർത്തനങ്ങൾ 141:3-4 വാക്യങ്ങൾ. അദ്ദേഹം പിന്നെയും പറയുന്നത്: ഞാൻ കർത്താവിനെ എല്ലാ സാഹചര്യങ്ങളിലും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്നാണ്. നമ്മുടെ ചിന്തകൾ നമ്മെ പലതും പറയാൻ പ്രേരിപ്പിക്കുന്നു. വഴിവിട്ട വാക്കുകൾ സമൂഹത്തിലും കുടുംബത്തിലും സഭയിലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഒരു വാക്ക് പറയുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് ദൂതൻ്റെ സന്നിധിയിൽ പറയുകയുമരുത്. സഭാപ്രസംഗികൾ 5:6. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. അധരങ്ങളിൽ സ്തുതിഗീതകം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം